ഹലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളൻ്റെ കളറെല്ലാം ചെറുതായിട്ട് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ആദ്യം വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഉപ്പിട്ടതിന് ശേഷം വഴറ്റുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടും. സവാളൻ്റെ കളറൊന്നും അധികം മാറി വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളെ പച്ചക്കുത്തനം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങേൻ്റെ 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മൾ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഒരു 4-5 കഷ്ണം ഉരുളക്കിഴങ്ങ് മാത്രം ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 5-6 കാഷ്യൂ നട്ട്സ് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിൻ്റെ കളറെല്ലാം മാറി ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്